പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിസന്ധികളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പനക്കലച്ച, എൻ്റെ പേര് ലിയ. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. എൻ്റേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ എന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ വളരെ ദുരിതത്തിലാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 മാസമായപ്പോൾ ഭർത്താവിൻ്റെ സ്വഭാവം ആകെ മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുകയും സ്ഥിരമായി ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് അയാളിൽ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അയാൾക്ക് ബാംഗ്ലൂരിൽ തന്നെ ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊരു നിമിഷത്തേക്ക് തോന്നി. അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സങ്കടകരമായ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല. എനിക്ക് വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാനും പറ്റില്ല. കാരണം വീട്ടുകാരുമായുള്ള ബന്ധം അന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചതാണ്. എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ലിയ. ലിയ എന്ന സഹോദരിയുടെ വിവാഹ ജീവിതം ഒരു തകർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവളെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥയും ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കാദ്യം ലിയയുടെ യഥാർത്ഥ പ്രോബ്ലത്തെ ഒന്ന് വ്യക്തമായി കാണാൻ ശ്രമിക്കാം. പ്രണയ വിവാഹത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയത്തിലേക്ക് വരുന്ന നിമിഷം തൊട്ട് അവർ ബ്ലൈൻഡ് ആകുകയാണ്. എന്ന് പറഞ്ഞാൽ ആ നിമിഷം തൊട്ട് പിന്നെ അവർ ഒരിക്കലും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് സ്നേഹം അന്ധമാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും വാസ്തവത്തിൽ അറേഞ്ച് മാരേജിലാണ് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. നമ്മൾ അന്വേഷണം ഉള്ളത് കൊണ്ടും നിഷ്പക്ഷമായും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പ്രണയത്തിൽ സംബന്ധിക്കുന്നത് പ്രണയത്തിലേക്ക് വരുന്ന നിമിഷം തൊട്ട് പിന്നെ ആൾ ബ്ലൈൻഡായി, വിവേകം മാറ്റി വികാരം മാത്രമായിട്ട് മാറുന്നു. കാരണം അങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ബോഡി സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കുറവുകളുടെ അടയാളങ്ങൾ കണ്ടെത്തിയാൽ പോലും അതൊന്നും ഗൗരവമായിട്ട് ഈ പ്രണയിക്കുന്ന ആളുകൾക്ക് തോന്നുകയില്ല. കാരണം സ്നേഹിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ കുറ്റം കാണുകയേ ഇല്ല. ഒരു പുരുഷനെ കണ്ടു, അവനെ പ്രണയിച്ചു, അവനെ വിവാഹം ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വിവാഹം കഴിച്ച പുരുഷനിൽ വന്നിരിക്കുന്ന ചില വൈകാരികമായ സ്വഭാവ പ്രത്യേകതകൾ അത് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്.
കാരണം അതുവരെയും അവൾ കണ്ടിരുന്ന ഒരു മുഖമല്ല, അതുവരെയും അവൾ തിരിച്ചറിഞ്ഞിരുന്ന ഒരു സ്വഭാവമല്ല, അതിന് നേരെ എതിരായ ഒരു ക്യാരക്ടർ അവരിൽ കാണുന്നു. ഇത് ഇവളെ വല്ലാത്ത ഒരു സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ലിയ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ലിയ അതിനെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ലിയയെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതം എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ലിയയ്ക്കില്ല. കാരണം ലിയയുടെ ഭർത്താവിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ തൻ്റെ ലൈഫ് മുഴുവനും മീനിങ്ലെസ്സായി തീരുന്ന വിധത്തിൽ ആണ് ലിയ വിവാഹത്തെ കാണുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ലിയ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അച്ഛൻ പറയുന്നത് പ്രേമിക്കാതെ വിവാഹം കഴിച്ചാൽ അറേഞ്ച്ഡ് മാരേജ് ആയാലും എല്ലാത്തിലായാലും ഒരു പ്രശ്നം വരുന്നു. അതെ, ആ പ്രശ്നം വരുമ്പോൾ തന്നെ തൻ്റെ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ ആ വിവാഹ യഥാർത്ഥമായ ലക്ഷ്യമോ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. ഒരു അന്ധമായ പ്രണയത്തിന്റെ പിറകെ പോയി, അല്ലാതെ ഒരു ഉത്തരവാദിത്വപൂർണമായ വിവാഹ ജീവിതം അറിയില്ല. അതെ, അപ്പം ലിയ തനിക്ക് വേണ്ടി ഒരു ജീവിതം തുടങ്ങി വെച്ചു എന്ന് മാത്രമേ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ലിയ കരുതുന്നുള്ളൂ. എന്നാൽ ഇവിടെ ലിയ മനസ്സിലാക്കേണ്ടത് വിവാഹ ജീവിതത്തിന് ദൈവം ഒരു മീനിങ് കൊടുക്കുന്നുണ്ട്. ആ മീനിങ്ങിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന പ്രോബ്ലത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാട് അത് ഇല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന പ്രോബ്ലംസിന് ഒന്നും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കില്ല. വെറും നിരാശപ്പെടാനേ സാധിക്കുകയുള്ളൂ. അതാണിപ്പോൾ ലിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസും നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ബുദ്ധി കൊണ്ട് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ പ്രോബ്ലമേ അല്ല. അപ്പോൾ എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് താനും ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുദ്ധി കൊണ്ടല്ലാതെ പരിഹരിക്കപ്പെടാനായിട്ടുള്ള വേറെ എന്തോ ഒരു മാർഗം കിടപ്പുണ്ട്. ആ ഒരു മാർഗത്തിലേക്കാണ് ലിയയുടെ ശ്രദ്ധ പതിയേണ്ടത്. അത് ലിയയ്ക്ക് ലഭിക്കണമെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞതെന്നൊരു വാചകം എടുത്ത് പറയാണ്, എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട്, പക്ഷെ ആ ഉത്തരം മനുഷ്യൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ വിവാഹ ജീവിതം ഇങ്ങനെ ഒരു പ്രണയബന്ധമാണ് എന്ന് ചുരുക്കി കാണുമ്പോൾ അതിൽ തന്നെ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുകയാണ്. ഇതൊരു വിളിയാണെന്ന് ആദ്യമായിട്ട് ലിയ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. അതുപോലെ ബൈബിളിൽ പറയുന്ന ചില വചനങ്ങൾ ഇപ്പോൾ ലിയയ്ക്ക് മനസ്സിലാകും. ഒന്ന്, ഞാനാണ് നിനക്ക് ചേർന്ന് ഇണയെ തരുന്നത്. ഇപ്പം ലിയ ഒന്ന് ആത്മപരിശോധന ചെയ്താൽ ലിയയുടെ മനസ്സിൽ കിടക്കുന്ന എന്താണ്? ദൈവം തന്നതല്ല, ഞാൻ പോയി കണ്ടുപിടിച്ചു എന്ന ആളാണ്. അപ്പം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം പോയി. ഇനി ഞാൻ പോയി കണ്ടുപിടിച്ചതാണ് എന്ന ചിന്ത ലിയയുടെ മനസ്സിൽ ആഴത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് വന്നുപോയ ഒരു തെറ്റായ തീരുമാനം അത് എന്നെ നശിപ്പിച്ചിരിക്കുന്നു. എനിക്കിനി ആരെയും കുറ്റപ്പെടുത്താനില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കുറ്റക്കാരി എന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ അവമാനിതയായി തീർന്നിരിക്കുന്നു.
എനിക്കിനി ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുകയില്ല. അതാണ് ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്ന് തോന്നിയെന്ന് അപ്പം പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വെറുക്കുന്നു, തൻ്റെ ജീവിതത്തെ വെറുക്കുന്നു, ഇനി എൻ്റെ ജീവിതത്തിന് മീനിങ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അതെല്ലാം സൂയിസൈഡ് ടെൻഡൻസിയിലേക്കാണ് നയിക്കുക. അപ്പോൾ ഇത്തരം ഗൗരവമായ കാര്യങ്ങൾ ലിയ ഒന്ന് ഇതിനെക്കുറിച്ച് ജനറലായിട്ടെങ്കിലും മനസ്സിലാക്കുക. ഇനി അടുത്തത് ലിയ മനസ്സിലാക്കുകയാണ്, അവനൊരു ഭാര്യയും പിന്നെ ഒരു കുട്ടിയുമുണ്ട് എന്നുള്ള അറിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ ഇവളെ പ്രേമിച്ചതും വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും. വലിയൊരു നുണ അത് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ നിമിഷം വരെയുള്ള വിവാഹ ജീവിതം നയിച്ചത്. അപ്പോൾ അത് ഒരു സ്നേഹമല്ലായിരുന്നു, ഒരു അഭിനയമായിരുന്നു എന്ന് ലിയ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ലിയ വിവാഹം കഴിച്ച വ്യക്തി ലിയയെ സ്നേഹിച്ചിട്ടേയില്ല. അവന് പിന്നെ ഒരു സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രണയ ബന്ധത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ഒരു ബന്ധത്തിൻ്റെ വളർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഒരു നുണയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത്. അതെ, അവനിങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ്റെ ശ്രമം മുഴുവനും ഇത് വെളിയിൽ വരരുത്, അറിയരുത് എന്നുള്ള ശ്രമത്തിലാണ്. അവൻ കുറ്റബോധത്തിലാണ് അവൻ കഴിയുന്നത്. അപ്പോൾ അതോടുകൂടി യഥാർത്ഥത്തിൽ അവന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ഓരോ നിമിഷത്തിലുമുള്ള അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു അഭിനയമായിട്ടാണ് തീർന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഉള്ളത് അഭിനയമായതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിന് ഒരു വളർച്ചയുണ്ടായിട്ടില്ല. അപ്പോൾ വിവാഹ ജീവിത ബന്ധത്തിൻ്റെ വളർച്ച കൂടിയാണ്. ഇവിടെ രണ്ടു കൂട്ടരും വളരുന്നില്ല. അപ്പം വളരാത്ത ഒരു ബന്ധത്തിന് മുമ്പിലാണ് ഇവർ നിൽക്കുന്നത്. ഇനി അടുത്തത്, ശരിക്ക് ഇതൊരു വിവാഹമായിരുന്നു. കാരണം ലിയ കണ്ട പുരുഷൻ എന്ന് പറയുന്നത് അത് യഥാർത്ഥ വ്യക്തിയല്ല. കാരണം ഒരു നാടകത്തിലെ ഒരു ക്യാരക്ടറിനെ കണ്ടതുപോലെയാണ്. അതെ അതെ, സിനിമയിൽ നടക്കുന്ന സംഭവം പോലെയാണ്, വിർച്വലാണെന്ന്. അതെ. അപ്പം അതുകൊണ്ട് ലിയ ആരെയാണ് വിവാഹം കഴിച്ചത്? യഥാർത്ഥത്തിൽ ആൾ ജീവിച്ചിരിപ്പുണ്ടോ? ലിയ മനസ്സിൽ കാണുന്ന ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ലിയ ജീവിച്ചിരുന്ന് തന്നെ മാത്രം സ്നേഹിക്കുന്ന ഉള്ള ഒരു ഭർത്താവ്. അങ്ങനെ ഒരാളല്ല ഇപ്പോൾ ലിയയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അയാൾക്ക് ഭാര്യയുണ്ട്, പിള്ളേരുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ലിയ വാസ്തവത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം അച്ഛൻ പറഞ്ഞു വരുന്നത് ഇനി അദ്ദേഹത്തെ മനസ്സിൽ ചുമന്ന് നടക്കണ്ട എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക്. ഇല്ല, ഞാൻ അങ്ങനെ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് പിന്നെ റിയൽ അല്ല, അത് റിയൽ അല്ല. ഇല്ലാത്തൊരു സംഗതിയെ നമ്മൾ പിന്നെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് മൃഗം അവിടെ ഇരിക്കുന്നു. ആ മൃഗത്തിന് പുല്ല് കൊണ്ട് കൊടുക്കുന്നു, പാല് കൊണ്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറയുകയാണ് ഇപ്പോൾ അത് പുല്ല് തിന്നുന്നില്ല, പാല് കുടിക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പം. അതെല്ലാം ജീവനുള്ള വ്യക്തികൾ കഴിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ലിയ മനസ്സിലാക്കുക. അങ്ങനെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും സത്യത്തെ അംഗീകരിക്കാനും തയ്യാറായാൽ മാത്രമേ സത്യത്തിന് മാത്രമേ വ്യക്തികളെ സ്വതന്ത്രമാക്കാനായിട്ട് കഴിയുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം ആദ്യം അംഗീകരിക്കുക. അതെ. അപ്പം ഇവിടെ ലിയ ബുദ്ധിമുട്ടുന്നത്, എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോൾ ചമ്മിപ്പോയിരിക്കുന്നു, ഞാൻ അവരെ എങ്ങനെ ഫേസ് ചെയ്യും? ഈ ഇത്തരം ചിന്തകൾ തലയുന്ന പോലെ കളയണം. നമ്മുടെ ഭാഗം തെറ്റ് വളർന്നു പോയിട്ട് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഞാനങ്ങനെ വിചാരിച്ചു പോയി എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. 2,
പിന്നെ ഈ പറഞ്ഞ പ്രോബ്ലം ലിയ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ലിയ തൻ്റെ വിവാഹം കഴിച്ച ആ പുരുഷനോട് ഇതിനെക്കുറിച്ച് കാര്യമായി ഇത് സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ സംസാരിച്ചതായിട്ടൊന്നും കത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യണം. അത് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ലീക്കും ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വളർച്ച ഉണ്ടാകും. അദ്ദേഹത്തോട് പറയണമെന്ന് അത് കാരണം അപ്പം അദ്ദേഹത്തെ നമ്മൾ വീണ്ടും എനിക്കെല്ലാം അറിയാം, എന്നാൽ അയാൾ വിചാരിക്കുന്നു ഇവൾക്കിതൊന്നും അറിയാൻ പാടില്ല എന്ന്. അങ്ങനെ വീണ്ടും ഇതൊരു അഭിനയമായിട്ട് ജീവിതം പോകാൻ പാടില്ല. ജീവിതത്തിന് അത് സത്യസന്ധമായിരിക്കണം. അതുകൊണ്ട് അത് യാഥാർത്ഥ്യത്തെ അത് ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ലിയ ആദ്യം വിവാഹം കഴിച്ച ഈ വ്യക്തിയുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥമായ രീതിയിൽ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ തന്നെ ലിയയ്ക്ക് അതിൻ്റെ മേലൊരു തീരുമാനമെടുക്കാനുള്ള സ്വാഭാവികമായ പവർ ലിയയ്ക്ക് കിട്ടും. പിന്നെ അടുത്തത് എങ്ങനെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം. പിന്നെ അടുത്തത് ലിയ പല ബന്ധങ്ങളും പൊട്ടിച്ചിട്ടുണ്ട്. പേരൻസുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ലിയയുടെ വിചാരം, ഞാൻ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ പേരൻസിൻ്റെ അടുത്തോട് ചെന്ന് കഴിഞ്ഞാൽ ഞാനെന്തോ തോറ്റ് ചെല്ലുന്നതായതുകൊണ്ട് അവർ സ്വീകരിക്കുകയില്ല എന്നൊക്കെയുള്ള ഒരു ധാരണ ലിയയുടെ മനസ്സിലുണ്ട്. അവരൊരു നെഗറ്റീവായ ഒരു പ്രതികരണം കാണിച്ചതുകൊണ്ട് നമ്മൾ അവരോട് മിണ്ടാതിരിക്കുക, അവരുടെ അടുത്തോട്ട് പോകാതിരിക്കുക എന്നുള്ള സമീപനം ആരോഗ്യകരമല്ല. എന്ന് വെച്ചാൽ അവരാ ചീത്ത പറഞ്ഞു, ദേഷ്യപ്പെട്ടു, അത് ആ സമയത്തേക്കുള്ളതാണെന്നല്ല, അത് എന്നേക്കുമുള്ള ഒരു വൈരാഗ്യമായിട്ട് കണക്കാക്കണ്ട. അല്ല, അതാ ഇൻസിഡൻറ്റിനോടുള്ള അവരുടെ പ്രതികരണമാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ലിയ അവരുടെ മകളില്ലാതായി തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലിയ പേരൻസിനോട് തന്നെ സംസാരിക്കുക. വിവാഹത്തിന് മുമ്പ് ലിയ വേണ്ട വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുമില്ല, അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുമില്ല, അവരോട് ആലോചന ചോദിച്ചിട്ടുമില്ല. ഇപ്പോഴും ലിയ തന്നിൽ തന്നെ ചുരുങ്ങിക്കൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു പിന്നെ ലിയയുടെ ഒരു അഭയ സ്ഥലവും കൂടിയാണ് വീട്. ആ വീട്ടിലെ പേരൻസിൻ്റെ ഹെൽപ്പ് ഇന്ന് വരെ ഈ നിമിഷം വരെ ലിയ തേടുന്നില്ല, ചോദിച്ചിട്ടുമില്ല, ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഹെൽപ്പ് അവിടെ നിൽപ്പുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് പേരൻസിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അല്പമൊന്നും ചെറുതാകേണ്ടതായിട്ട് വരും. അത് ചെറുതാകലല്ല, സത്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയും, ഇതൊക്കെയാണ് എൻ്റെ സംഭവം. നമ്മളൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വിഷമതകൾ അവരോട് ഷെയർ ചെയ്യാനെന്നുള്ള നിലയിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പനും അമ്മയും ലിയയുടെ കാര്യത്തിൽ ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോഴാണ് ഒരു വിധത്തിൽ ലിയ വിവാഹം കഴിച്ച ആ ഭർത്താവിനോട് സംസാരിക്കാൻ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമുണ്ട്. ആ തേർഡ് പാർട്ടിയുടെ റോളാണ് പേരൻസിന് വഹിക്കാനുള്ളത്. അപ്പോൾ അത് വഹിക്കണമെങ്കിൽ ലിയ സ്വന്തം മാതാക്കന്മാരുടെ അടുക്കൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവരോട് സംസാരിക്കാനായിട്ട് തയ്യാറാകണം. തൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന അബദ്ധത്തെ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ച് അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ലിയയുടെ മനസ്സിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത വണ്ണം ഉള്ള ഒരു വഴിയെ, അതായത് ഈ പ്രശ്നത്തെ സ്വീകരിക്കാൻ, മനസ്സിലാക്കി പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ഒരു ആൻസർ പൊങ്ങി വരും. അത് ദൈവം കൊണ്ടുതരുന്നു. അതായത് ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്ല, അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന. അതായത് ലിയ ദൈവം തന്ന പല അനുഗ്രഹങ്ങളുടെ മേഖലകളെയും പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പേരൻസുമായിട്ട് റിലേഷൻഷിപ്പ് നേരെയാക്കുക, പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്വയം അത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഇതൊരു വിവാഹം ഒരു ദൈവത്തിൻ്റെ വിളിയാണെന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുക.
ഇത് പിന്നെ ലിയയും തൻ്റെ ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല, ഒരു ബന്ധമാണ് എന്ന ധാരണ മാറണം. ഞങ്ങൾ തമ്മിലുള്ള ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിലെ ഒരു ജീവിതമാണ് എന്നത് മാറണം. കാരണം അതിനേക്കാൾ കൂടുതൽ ചലനമുണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഫാമിലി, അതെ, തലമുറകളെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഇതൊരു സ്വകാര്യ പരിപാടിയല്ലത്. ഓരോ കുടുംബത്തിൻ്റെ തകർച്ചകളും സമൂഹത്തെ മുഴുവനും വാസ്തവത്തിൽ ബാധിക്കുന്നൊരു കാര്യമാണ്. അതായത് ചരിത്രത്തെ നിർണ്ണയിക്കുന്ന സംഭവമാണ് കുടുംബത്തിന് നടക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ലിയ അത് മനസ്സിലാക്കി ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് എല്ലാം ഒന്ന് നേരെയാക്കി, അതുപോലെ തന്നെ താൻ പ്രണയിച്ച വ്യക്തിയുമായിട്ട് പേരൻസിൻ്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ ആദ്യം തന്നെത്താനെ ആദ്യം ആ പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെച്ചു, പിന്നെ നമ്മുടെ ഇമോഷൻസ് എല്ലാം ഭർത്താവിനോട് ആത്മാർത്ഥമായി സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുള്ളിക്കാരൻ്റെ സിൻസിയറിറ്റിയെ ലിയയ്ക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞാൽ ഇനി ഇത് വെറുതെ ഒരു സമൂഹത്തിൻ്റെ ഒരു ചടങ്ങിനപ്പുറത്ത് ഇതിനെ ഒരു കൗതാശിക തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ലിയ തയ്യാറാകും. കാരണം ശരിയായ വിധത്തിൽ വിവാഹത്തിന് മീനിങ്ങും അതുപോലെ തന്നെ അതിന് നിലനിൽപ്പും അതിനുള്ള മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആ വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ട് ലിയയെ ഒരുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുക്കി പിന്നെ വിവാഹമെന്ന കൂതാശ ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുവാനായിട്ട് ഈ പറഞ്ഞ ഭർത്താവിനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിനെല്ലാം ഒരു ഉത്തരവുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് വരണമെങ്കിൽ പിന്നെ ലിയ തൻ്റെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം, ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ എങ്കിൽ അതിന് ഉത്തരം ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചെറിയുക എന്നൊരു ഉത്തരത്തിലേക്ക് മാത്രമായിട്ട് ജീവിതം അവസാനിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് വെറും ഒരു മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ തലയും ദൂരെ കളഞ്ഞ് യേശുക്രിസ്തുവിൽ ഈ വിവാഹ ജീവിതത്തെ പുനഃസൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. സ്നേഹമുള്ളവരെ, ലിയ എന്ന സഹോദരിയുടെ കുടുംബത്തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കത്താണ് ചർച്ച ചെയ്തത്. അച്ഛൻ്റെ പ്രാഥമികമായ നിരീക്ഷണം ഇതാണ്: പ്രണയത്തിൽ പെടുന്നവർക്ക് ആദ്യം സംഭവിക്കുന്നത് അന്ധമായ ഒരു പിന്തുടരലാണ്. അവിടെ വിവേകമില്ല, വികാരം മാത്രമാണ്. ഇത് ക്രിസ്തീയ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റായ നിഗമനത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് കുടുംബജീവിതം, വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിളിയാണ്. മാത്രമല്ല, ഞാൻ നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നിനക്ക് നൽകും. അത് വളരെ കൃത്യമായിട്ട് വചനം നമ്മോട് സംസാരിക്കുകയാണ്. ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് അച്ഛൻ ഇതിന് ഉത്തരം പറയുന്നത്. ഈ ഉത്തരത്തിൽ അച്ഛൻ ആദ്യമേ തന്നെ ലിയോട് പറയുന്നത്, ലിയ പ്രണയിച്ച, വിവാഹം കഴിച്ച ആ വ്യക്തി യഥാർത്ഥത്തിൽ ലിയയെ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. കാരണം അതൊരു അഭിനയമായിരുന്നു, മറ്റൊരു ഭാര്യ നിലനിൽക്കുമ്പോഴുള്ള ഒരു അഭിനയം. ഈ അഭിനയം തന്നെ ഭർത്താവിന് കുറ്റബോധമുണ്ടാക്കും, യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. അവിടെ ഒരു ബന്ധത്തിൻ്റെ വളർച്ചയുണ്ടാകില്ല. അതാണ് ഈ ദുഃഖത്തിൻ്റെ കാരണം. ഭർത്താവുമായിട്ടൊരു സംഭാഷണത്തിനുള്ള ധൈര്യം വീണ്ടെടുക്കണമെങ്കിൽ അച്ഛൻ മൂന്നാമതായിട്ട് പറയാണ്, മാതാപിതാക്കൾ ഉപേക്ഷിച്ചു എന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ലിയ ചെയ്ത ഒരു പ്രവൃത്തിയെ വൈകാരികമായിട്ട് അവരും ഒന്ന് പ്രതിഷേധിച്ചിട്ടുണ്ടാകും. അതിനൊരു ശാശ്വതമായിട്ടുള്ള ഉപേക്ഷയായിട്ട് ലിയ കാണരുത്. ലിയയ്ക്കുള്ള ഏക ആശ്രയം ദൈവം തന്നിട്ടുള്ളതാണ് അപ്പനമ്മേനെയും. അവരുടെ അടുത്തേക്ക് ചെല്ലണം, അവരുടെ മുമ്പിൽ ചെറുതാകണം, തൻ്റെ കാര്യങ്ങൾ സഹായം ചോദിച്ചിട്ടല്ല ചെല്ലേണ്ടത്, ലിയയുടെ വിഷമതകൾ അവതരിപ്പിക്കാനായിട്ട് ചെല്ലുക. അങ്ങനെ മാതാപിതാക്കളെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ
ദൈവത്തിന് ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുകയാണ്. ഇവിടെ അടുത്ത സ്റ്റെപ്പായിട്ട്, 4ാമത്തെ സ്റ്റെപ്പായിട്ട് അച്ഛൻ പറയുന്നത് കൗദാശികമായിട്ടുള്ള, അതായത് ഭാര്യനും ഭർത്താവിനും ഒന്നാക്കാനായിട്ട് ഒരു പോലീസിനും പട്ടാളത്തിനും കോടതിക്കും കഴിയില്ല. അത് യേശു ക്രിസ്തുവിലൂടെയുള്ള പരിശുദ്ധാത്മാവാണ്, ഐക്യത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് യേശുവിൻ്റെ കൂദാശയിലേക്ക് വളരാനായിട്ടുള്ള ഒരു മനസ്സ് തുറവ് കാണിക്കുകയും ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള ആ രക്ഷക എന്നൊരു വിളി ആന്തരികമായിട്ട് വരികയും ചെയ്താൽ മാതാപിതാക്കൾ തന്നെ ഈ ഭർത്താവിനോട് സംസാരിക്കാനും കൗദാശികമായൊരു വളർച്ചയിലേക്ക് നയിക്കപ്പെടണമെന്ന് ലിയ ആഗ്രഹിച്ചാൽ ദൈവം അതിനുള്ള വഴിയുണ്ടാക്കി തരുമെന്നാണ് അച്ഛൻ പറയുന്നത്. ഇതാണ് അച്ഛന് നൽകാനുള്ള നിർദ്ദേശം. ഈ പ്രക്രിയയിലൂടെ ലിയ കടന്നുപോയാൽ ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അച്ഛാ, ഈ ഒരു അന്ധമായ പ്രണയത്തിൻ്റെ പിറകിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടി ജീവിതം മുന്നോട്ട് പോകുമെന്ന അബദ്ധധാരണയിലുള്ളവർക്ക് വേണ്ടി അവരുടെ ആ മനസ്സിന് മനസാന്തരമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള ഈശോയെ, നിരവധി മുറിവുകളും ദുഃഖവും വേദനയുമായി നിൽക്കുന്ന ലിയയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ലിയ തൻ്റെ അബദ്ധത്തെക്കുറിച്ചും തൻ്റെ വേദനയെക്കുറിച്ചും ബോധവതിയാണ് എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ അവസരത്തിൽ ലിയയോട് ദൈവത്തിൻ്റെ മകൾ എന്ന നിലയിൽ ദൈവം എന്തുമാത്രം ലിയയുടെ ഈ തകർച്ചയെക്കുറിച്ച് വേദനിക്കുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും യേശുക്രിസ്തുവിൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമുണ്ട് എന്ന് തിരിച്ചറിയുവാനും ലിയയ്ക്ക് കഴിയട്ടെ. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം ചൊരിയുന്ന നിരവധി വരദാനങ്ങൾ സ്വീകരിച്ച് തകർന്നു കിടക്കുന്ന ഈ ജീവിതത്തെ പുനരുദ്ധരിക്കുവാൻ ലിയയ്ക്ക് കഴിയട്ടെ. ക്രിസ്തുവിനെക്കുറിച്ച് ആ ഭർത്താവിനോട് സംസാരിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ വിളി എന്ന നിലയിൽ വിവാഹത്തെയും അതുപോലെ തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തെ മുഴുവനും സ്വീകരിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മ അനുഗ്രഹവും പ്രാപിക്കുവാൻ ലിയയ്ക്ക് കഴിയട്ടെ. പൊട്ടിത്തകർന്നു നടക്കുന്ന ബന്ധങ്ങളെല്ലാം നേരെയാകട്ടെ. ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള വരം ധാരാളമായി സ്വർഗം തുറന്ന് ലിയയ്ക്കും കുടുംബത്തിനും ദൈവം വർഷിക്കട്ടെ. ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങി വരുവാനും സൗഖ്യം സ്വീകരിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ആസ്വദിക്കണമേ. സമാന തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ആസ്വദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.